മോളെ കല്യാണം ഉണ്ടാവുമ്പോൾ, പെങ്ങളെ കല്യാണം ഉണ്ടാവുമ്പോൾ അള്ളാഹ്ക്ക് പൊരുത്തില്ലാത്തൊരു സംഗതി ഉണ്ടാവില്ല എന്നങ്ങോട്ട് തീരുമാനിക്കുക. എന്തൊക്കെ ആർഭാടങ്ങളാണ് നടക്കുന്നത്, ഒരുപാടില്ലേ. ഇപ്പം ഇടയെടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ മദീനത്ത് പോയപ്പോൾ, കഴിഞ്ഞ ആഴ്ച 4 ദിവസം മുമ്പ് വന്നത് മദീനത്തായിരുന്നു. മദീനത്ത് പോയപ്പോൾ മദീനത്ത് തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയാം, അദ്ദേഹത്തിൻ്റെ നിക്കാഹ് കല്യാണം നിശ്ചയമൊക്കെ കഴിഞ്ഞു, നിശ്ചയം കഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ, നല്ല ചെറുപ്പക്കാരൻ, സ്വലാത്തൊക്കെ ചെല്ലുന്ന, അള്ളാഹിൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല തെറ്റൊന്നും സിനിമ ഒന്നും കാണില്ല, കോമഡിയൊന്നും അങ്ങനെയൊന്നും ആസ്വദിക്കാത്ത നല്ലൊരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ പെണ്ണിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, വേദിയിൽ സ്റ്റേജിൽ കയറ്റി പെണ്ണിനെ ഫോട്ടോ എടുക്കുന്ന സിസ്റ്റം ഞങ്ങൾ ചെയ്യാറില്ല, അത് ഞങ്ങൾക്ക് പറ്റൂല. മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പ്രദർശന വസ്തുവൊക്കെ ഭാര്യ ആണുങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ, അത് ഞങ്ങൾക്ക് പറ്റൂല. ഇത് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു, അത് പറ്റൂ, ഞങ്ങൾക്കും പറ്റൂല എന്ന് പറഞ്ഞു. പറ്റൂല പറഞ്ഞാൽ ഞങ്ങളതിനെതിരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യണമെന്ന്. ഞങ്ങൾ എത്ര 20,000 റുപ്യ 19,000 റുപ്യ കൊടുത്തിട്ട് മേക്കപ്പിന് ആൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്, വലിയ പൈസ കൊടുത്തിട്ട് ക്യാമറാമാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, സ്റ്റേജൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു, എൻ്റെ ഭാര്യനെ അന്യ ഒരാൾ കാണുന്നത് ഹലാലല്ല. കല്യാണം എന്ന് പറഞ്ഞാൽ മുത്ത് റസൂലുള്ളാഹിന്റെ ചര്യയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു അധ്വാനിക്കാൻ തന്ന പൈസ കൊണ്ട് പന്തലൊക്കെ കെട്ടിയിട്ട് ആ പന്തലിൽ വെച്ചിട്ട് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ചര്യയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അവിടെ എൻ്റെ മോളെ അല്ല എൻ്റെ ഭാര്യനെ എൻ്റെ പെങ്ങളെ ഞാൻ എന്ത് ചെയ്യണം, കാണ്ട ആണുങ്ങൾക്ക് മുഴുവൻ പ്രദർശന വസ്തു വെക്കുക. ആ മോള്, ആ പെങ്ങള് അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയൊരു ലൈഫാ. ആ ലൈഫ് അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതാണ്. അവിടെ ഭർത്താവിൻ്റെ ചെങ്ങന്മാർ, ചെറുപ്പക്കാരായ അയാളുടെ കൂട്ടുകാർ വന്നിട്ട് കൂടെ ഫോട്ടോ എടുക്കൽ ഹലാലാണോ? നട്ടിലുള്ള ഈ മഹല്ലിൽ ജീവിക്കുന്ന എല്ലാവരും തീരുമാനിക്കണം, എൻ്റെ മോളെ, എൻ്റെ പെങ്ങളെ, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പെങ്ങളെ കുട്ടികളെ, ഏട്ടൻ്റെ കുട്ടികളെ ഒരു കല്യാണം അങ്ങനെ നടത്തൂല എന്നാണ് തീരുമാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പറ. നിങ്ങൾ കുറേ അങ്ങനെ തന്നെയാണ്, പക്ഷേ അതിലൊരു നട്ടല് വേണം. പല ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ചില ദീനി സംരംഭത്തിന് നേതൃത്വം നൽകുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ സ്വന്തം മോളെ കല്യാണം വരുമ്പോൾ ഇതൊക്കെ അവിടെ മറക്കുന്നതാണ്. ശരിയല്ലാത്. അവിടെ മാത്രം ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ആയിരിക്കും, മുമ്പിലുണ്ടാവും, പക്ഷെ മോളെ കല്യാണം വരുമ്പോൾ അവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ക്യാമറാമാൻ എങ്ങനെ ഹലാലാവുക? ക്യാമറാമാൻ അല്ല, ഉസാമാർ പറ, ക്യാമറാമാൻ ചുമ്മാ ലജൂസു അൽ ക്യാമറാമാനോ എന്തെങ്കിലും മാരേജ് ഉണ്ടോ? ഇല്ല, ക്യാമറാമാൻ ഹലാലാവില്ല. അല്ലേ അങ്ങനെ ഒരു ഇത് കാണിച്ചു തരണത്, ക്യാമറമാനോ എന്തെങ്കിലും മാരേജ് അങ്ങനെയല്ല. ക്യാമറമാനോട് കല്യാണത്തിന് നമ്മൾ ഇങ്ങനെ വിളിച്ചു നിൽക്കുക. അതുവരെ ചിലപ്പോൾ വല്ല ഇസ്ലാമികമായി നമ്മുടെ നിക്കാബൊക്കെ ഇട്ട് പോകുന്ന കോളേജൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ ഇല്ലേ, പരിസരത്തൊക്കെ ഇല്ലേ, നിക്കാബൊക്കെ ഇട്ട് പെൺകുട്ടികൾ പർദ്ദയിട്ട് പോകുന്ന കോളേജുകളൊക്കെ ഇല്ലേ, ഇസ്ലാമികമായി പർദ്ദക്കെട്ട് പോകുന്നത്, അങ്ങനെയുള്ള കോളേജിലാണ് പഠിച്ച പെണ്ണായിരിക്കും. അതൊക്കെ ആ പഠിച്ച പെണ്ണായിരിക്കും കല്യാണത്തിന് ഇങ്ങനെ വിളിച്ചിട്ട് തേറ്റ കണ്ടാലും മതി. ഇതൊക്കെ കാണാൻ വലിയ രസമാണെന്ന് ഇവരെ വിചാരം. അത് ആണുങ്ങളും വിചാരിക്കണം. എന്നിട്ട് സ്വന്തം ഭാര്യനെ എന്നിട്ട് ഇങ്ങനെ സ്റ്റേജിൽ പ്രദർശിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ഒറ്റ ഫോട്ടോ പോലും ഇല്ല, ഒരു ക്യാമറമാൻ ഒന്നും ഉണ്ടായിട്ടില്ല പുറത്ത് എൻ്റെ ഭാര്യൻ്റെ ഫോട്ടോ എടുക്കാൻ. ഞാൻ വലിയ നല്ല ആളാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഇത് നമുക്ക് പോസിബിൾ ആണെന്ന് പറയാനാ. അന്ന് ഇന്ന് വരെ എൻ്റെ ഭാര്യ നിക്കാബിലാണ്, പൂർണ്ണമായി നിക്കാബിട്. അതൊരു സംസ്കാരമായിട്ട് മാറ്റണം. കാരണം എൻ്റെ ഭാര്യൻ്റെ സൗന്ദര്യം വേറെ ആൾ കാണണ്ട, കണ്ടാൽ ചിലപ്പോൾ അട്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെ ഭാര്യ കണ്ടാൽ അട്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ആരൊക്കെ എന്തിനൊക്കെ നമുക്കറിയോ, ഇത് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞല്ലേ നമ്മളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അനുഭവങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ അപകടങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പറഞ്ഞു വന്നറിയോ, കല്യാണത്തിൻ്റെ അന്നത്തെ ആ ദിവസം ഹറാമുകൾ ഉണ്ടായത്. ഇനി ഉസ്താമാരെ വിളിച്ചിട്ട് തലേന്നൊരു മൗലിദൊക്കെ ചെല്ലിപ്പിക്കുക. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മൗലിദ് ചൊല്ലട്ടെ, കല്യാണത്തിൻ്റെ അതല്ല, അതിലൊരു ബറക്കത്തുണ്ടാവും. മുത്താലിമീങ്ങളൊക്കെ ഉള്ള ദർശകൾ പരിസരത്തുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വിളിക്കുക. എന്നിട്ട് നല്ലൊരു മൗലിദ്, ഉസ്താമാരും കൂടി നല്ലൊരു മൗലിദ്, തങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ഓർമ്മ ക്ഷണിക്കുക. എന്നിട്ടൊരു മൗലിദില്ല. എന്നിട്ട് പിറ്റേന്ന് അള്ളാഹിൻ്റെ ഹബീബിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമുള്ള രീതിയിൽ നല്ലൊരു കല്യാണം. അത് അവളെ ഇറങ്ങുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. എന്നിട്ടൊരു പ്രദർശന വസ്തു. എന്നിട്ട് ഈ ചെറുപ്പക്കാരനില്ലേ മദീനത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞില്ലേ, അദ്ദേഹം പറയാം, അവസാനം ഭാര്യ വീട്ടുകാർ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് പറ്റൂല. ഭാര്യ വീട്ടുകാർ പറഞ്ഞു അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ മോളെ കല്യാണത്തിൻ്റെ അവള് ഈ പെണ്ണും കാത്തിരിക്കാത്രേ ഒരു പ്രദർശന വസ്തുവായിട്ട് ഇങ്ങനെ നിൽക്കാൻ, പല്ലിടിച്ച് നിൽക്കാൻ ക്യാമറാമാൻ്റെ മുമ്പിൽ. എന്ത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇല്ലേ, പെയിൻ്റ് അടിക്കാറില്ല ഇവിടെ പെയിൻ്റ് അടിക്കാറുണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞേക്കാം. കല്യാണത്തിൻ്റെ തലേന്ന് വന്നിട്ട് പെയിൻ്റ് അടിക്കും, മൊത്തം പുട്ടിയൊക്കെ ഇട്ടിട്ട് പെയിൻ്റ് അടിക്കുന്നതാണ്. പുട്ടി മൊത്തം ഇവിടെ കുഴിയൊക്കെ ഉണ്ടാകും, മൊത്തം പെയിൻ്റ് അടിച്ചിട്ട്. എന്നിട്ട് ഈ പെണ്ണ് ളുഹറില്ല, പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കില്ലേ, അസ്റില്ല, മഗ്രിബ് എന്തായാലും ഇല്ല, ഇശാ അതിനിടെ നിസ്കരിച്ചാലുണ്ട്. എന്നിട്ട് അതിലുണ്ടാകുന്ന കുട്ടി സ്വാലിഹാമായിട്ട് ഇവിടെ 500 റുപ്യ ഇവിടെ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്ന് ആലോചിക്കേണ്ട വിഷയമല്ലത്. മർമ്മപ്രധാനമായ കല്യാണത്തിന് 100 അസർമാരും ഒക്കെ കഥ ആക്കിയിട്ട് ഈ പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാം. നോ, നെവർ. അള്ളാഹ്ക്ക് പൊരുത്തുണ്ടാവില്ല. അള്ളാഹ് ഒരു സമയത്ത് പിടിക്കും, അസ്രായിൽ വരും. അവർ നല്ല ലൈഫാകണം. അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആ രീതിയിൽ അവസാനം ഈ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യൻ്റെ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്കും പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം ഒരു മഹല്ല് കമ്മിറ്റിൻ്റെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ ചങ്ങായിൻ്റെ കുടുംബത്തിലുണ്ട്, അവൻ്റെ നാട്ടിൽ. അയാൾ വന്നിട്ട് എന്നോട് പറയാം, ഒരു അഡ്ജസ്റ്റ് ചെയ്തൂടെ,
ഞാൻ പറഞ്ഞു, മോനെ ഞാൻ അയാൾ നിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് ഈ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? മുത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അധ്യാപനത്തിൽ നിന്ന് ഒരു സെക്കൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പിന്നെ മനുഷ്യന്? എന്നിട്ട് അയാൾ ആ നാട്ടിലുള്ള, ഇവിടെ അല്ല, ആ നാട്ടിലുള്ള ഇയാൾ തെക്കൻ കേരളത്തിലുള്ള ഒരാൾ, എൻ്റെ സുഹൃത്ത്, എൻ്റെ വീട്ടിന് അവിടെ നിന്ന് തെക്കോട്ട് കുറേ പോകണം ഇവൻ്റെ വീട്ടിലെത്താൻ. എന്നിട്ട് അവിടുത്തെ ഇതിൻ്റെ ദീനി സംഭവം നേതൃത്വം നൽകുന്ന അയാൾ പറയടാ, അയാൾ മാത്രമല്ല ഇവൻ്റെ ഇന്നത്തെ പറയ്ക്കോ വന്നിട്ട് പറയാണ്, എടാ ഒരീസല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. എന്താ പേര് പറയും, ഒരീസ് വ്യഭിചാരല്ലേ, ഒരീസല്ലേ എന്നൊക്കെ പറയും പോലെ എങ്ങനെപ്പത് വ്യഭിചാരത്തിന് ഒരാൾ സാരല്ല ഒരീസൊക്കെ വ്യഭിചാരം ചെയ്തു, അതിന് കുഴപ്പമൊന്നുമില്ല, ഒരീസ് നമുക്ക് അഡ്ജസ്റ്റ് ആരെങ്കിലും പറയോ? എന്തൊരു ഞാൻ പറഞ്ഞ നിലപാട് എന്ന് പറഞ്ഞാൽ അവനവന്റെ വിഷയം വരുമ്പോണ്ട് ഉറച്ച് ചങ്കൂറ്റത്തോടെ നിൽക്കാൻ പറ്റണം. വല്ല വാചകം അടിക്കാൻ എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. സ്വന്തം കല്യാണം വരട്ടെ, സ്വന്തം കാര്യം അപ്പം നമുക്ക് വിവരം അറിയും അവന് നട്ടല്ലുള്ളവനാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയില്ല. അപ്പോൾ അള്ളാഹു തആല നട്ടല്ലുണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ. അപ്പോൾ പെൺകുട്ടികളുടെ ചാറ്റിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പെൺകുട്ടികൾക്ക് വല്ലപ്പോഴൊക്കെ ഫോൺ കൊടുക്കുക. കല്യാണം കഴിഞ്ഞിട്ട് മതി ശരിക്കും നമ്മുടെ പെൺകുട്ടിക്ക് ഫോണ്. അതുവരെ അവിടെ ഉമ്മാൻ്റെ ഫോൺ അത്യാവശ്യമുണ്ട്, ബാപ്പാൻ്റെ ഫോൺ അത്യാവശ്യമുണ്ട്, എടുത്തോട്ടെ. നമ്മുടെ പെൺകുട്ടികൾ പാവങ്ങളാണ്. പെൺകുട്ടികൾ അറിയാതെ ഒരുത്തിനോട് ചാറ്റ് ചെയ്ത് അതിൽ കുടുങ്ങിപ്പോവാണ് അവർ ചെയ്യുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിലെ ആരോഗ്യം, ഭക്ഷണത്തിൻ്റെ കാര്യം ചെറുതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. കാരണം നമുക്ക് 2 മണിക്കൂർ കൊണ്ട് പറയാവുന്ന കാര്യങ്ങളല്ല പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചുരുക്കിയാണെങ്കിലും 2 മണിക്കൂറിലധികം സംസാരിച്ചു. അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഭക്ഷണം ഒന്ന് കുറച്ച് ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾ ഉണ്ടാക്കരുത്. പിന്നെ ചില ആൾക്കാർക്ക് സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ, ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദയവായി എൻ്റെ പ്രിയപ്പെട്ടവരെ സ്റ്റാറ്റസ് വെക്കരുത്. നിങ്ങളെ കുടുംബത്തിൽ ആ സ്റ്റാറ്റസ് കാണുന്നവരിൽ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാതെ വാപ്പ മരിച്ചുപോയ കുടുംബത്തിൽ ആൾക്കാരുണ്ടാവില്ലേ, അവർ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് കാണുന്നവരൊക്കെ പേഴ്സണൽ കോൺടാക്ട് ഈ ഫുഡ് നിങ്ങൾക്കും വാങ്ങി തരുന്നതാണ്. ഓക്കെയാണ്. അല്ലാതെ സ്റ്റാറ്റസ് വെക്കുന്നത് എന്താ അർത്ഥം? പാവപ്പെട്ട എത്തീമക്കളോ അല്ലെങ്കിൽ വാപ്പ സുഖമില്ലാതെ കിടക്കുന്ന വീട്ടിലെ മക്കളോ ഈ സ്റ്റാറ്റസ് കാണൂലേ? നിങ്ങൾ എവിടെയെങ്കിലും പോയതെല്ലാം കൂടെ സ്റ്റാറ്റസ് വെക്കാണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ വെക്കാം. ഇപ്പോൾ ഞാനൊക്കെ മദീനത്ത് പോവുകയാണെങ്കിൽ, മക്കത്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അബുദാബി പോവുകയാണെങ്കിൽ സ്റ്റാറ്റസ് വെക്കുക. എന്തിനാണ്? എൻ്റെ കൂട്ടുകാരന്മാർ അവിടെ ഉണ്ടാവും, അവർ പറയും നിങ്ങൾ വരുമ്പോൾ അറിയിക്കണം. എനിക്ക് എല്ലാവരും കൂടെ ഫോൺ ചെയ്ത് അറിയിക്കാൻ എൻ്റെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഞാൻ അപൂർവയുടെ ആകെ സ്റ്റാറ്റസ് വെക്കുക. അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് വെക്കും. അപ്പോൾ അത് കാണുമ്പോൾ അബുദാബിയിലെ ആൾക്കാർ വരും, കാണാൻ വരും. അല്ലെങ്കിൽ ഒരു പിന്നെ സങ്കടം നിങ്ങൾ വന്നിട്ട് അറിയിച്ചില്ലല്ലോ എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കാര്യമായ യാത്ര അജ്മീറിൽ പോവുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. എന്താ നമ്മുടെ പ്രിയപ്പെട്ട അറിയിക്കുക, ഹൈറായ എന്തെങ്കിലും കണ്ടൊരു സ്റ്റാറ്റസ് വെക്കുക. ഇത് അവിടെ പോയത് എല്ലാം കൂടെ നമ്മൾ വെക്കേണ്ടതില്ല. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറായത് നിങ്ങളെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരാൾക്ക് നന്നാവാൻ തോന്നണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഭക്ഷണത്തിൽ ഒരു ആർഭാടുണ്ടാവരുത്. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിൽ മാംസം കൊണ്ടുവരിക. ഡെയിലി ഷെഡ്യൂളിൽ മാംസം വേണ്ട. പിന്നെ ഒരു ഫുഡ് പ്ലേറ്റ് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഷെഡ്യൂളിൽ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാൽസ്യം ഉണ്ട്, നമ്മുടെ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ്. ആ ഡയറ്റ് എങ്ങനെയാണെന്നുള്ളത് നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ ഡെയിലി ഷെഡ്യൂൾ അത് ഉണ്ടാകുന്ന അതിനോടൊരു ലദ്ദത്ത്, പ്രത്യേകമായ മാംസത്തോടെ രുചി, ഒരു പ്രത്യേക താല്പര്യം അതിൽ ഉണ്ടാവുന്നതെല്ലാം നമ്മൾ കുട്ടികളെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കണം. അതിനുവേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഭക്ഷണം ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണത്തിൻ്റെ കുറേ മര്യാദകളുണ്ട്. ചുരുക്കി പറഞ്ഞതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ പ്ലേറ്റ് അവനവൻ കഴുകി വെക്കുക. അത് ഭാര്യയ്ക്കും ഒരു സഹായമാണ്. രാത്രി ഭക്ഷണം കഴിയുന്നതും നേരത്തെ കഴിക്കുക. നമ്മൾക്ക് സാധാരണ വീട്ടിലാണെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കും. ഇപ്പോൾ ദൂരെ പരിപാടിക്ക് പോകുകയാണെങ്കിൽ പരിപാടി വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കും. കാരണം ഇവിടുന്ന് വീട്ടിലേക്ക് ഓടി എത്താൻ തന്നെ ഏകദേശം 5 മണിക്കൂറിലധികം ഓടണം. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ദഹിക്കാനും ഉള്ള സമയം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. ദൂരെ ആണെങ്കിൽ, തൊട്ടടുത്താണെങ്കിൽ പരിപാടിന് മുമ്പ് ഭക്ഷണം കഴിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുക. വീട്ടിലുണ്ടെങ്കിൽ പരമാവധി 8 മണിൻ്റെ മുമ്പ് 7 മണിൻ്റെ ആ സമയത്ത് ഭക്ഷണം കഴിക്കും. അങ്ങനെ കാരണം വെച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് ദഹനം നടന്നിരിക്കണം. അല്ലെങ്കിൽ ഉറക്കത്തിൽ ദഹനം നടക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഉറക്കത്തിൽ ബോഡിയിൽ നടക്കേണ്ട മെലട്ടോണിൻ്റെ ഉൽപ്പാദനം ഉണ്ട്, അത് നടക്കൂല. അപ്പോൾ നമുക്ക് ആരോഗ്യം കുറയും. രാവിലെ ആകുമ്പോൾ ഊർജ്ജം കുറയും. അപ്പോൾ ദഹനം കഴിഞ്ഞിട്ട് ഉറങ്ങണം. അപ്പോൾ ദഹിക്കാനുള്ള സമയം കണ്ടിട്ട് നേരത്തെ ഭക്ഷണം കഴിക്കണം. അത് റസൂലുള്ളാഹിന്റെ ചര്യയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി വിശ്വാസികൾ ഒന്നുകിൽ മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ, മഗ്‌രിബിന്റെ മുമ്പ് അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കുന്നതാണ് ഭൂരിഭാഗ സമയത്തും അങ്ങനെ ഉണ്ടായത്. ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ. മാംസം മുമ്പിൽ ഉണ്ടാകുമ്പോഴും അത് കഴിക്കാതിരിക്കാനുള്ളൊരു മനസ്സും കൂടെ നമുക്ക് വേണം. എല്ലാ മാംസവും എല്ലാ ടേബിളിലും കഴിക്കേണ്ടതില്ല. പിന്നെ വിരുദ്ധാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ അവിടെ ഉണ്ട്, മട്ടൻ അവിടെ ഉണ്ട്, ബീഫ് അവിടെ ഉണ്ട്, ഇതെല്ലാം കൂടെ എടുത്ത് കഴിക്കണ്ട. ചിക്കൻ പറ്റാത്തവന് കഴിക്കാനാണ് മട്ടൻ വെച്ച്, അതും പോയി പറ്റാത്തവന് കഴിക്കാനാണ് ബീഫ് വെച്ച്, ഇവനെല്ലാം കൂടി എടുത്ത് ഒക്കെ എനിക്ക് വേണമെന്നെല്ലാം കൂടി എടുത്തിട്ട് കഴിക്കണം. ശരിക്കും അതൊരു വിരുദ്ധ പോരാട്ടത്തിനുള്ളിൽ നടക്കും. അങ്ങനെ കുറേ വല്ലപ്പോഴൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷേ അത് സ്ഥിരമായിട്ട് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വിരുദ്ധാഹാരങ്ങളുടെ കാരണം ഈ ബീഫ് ദഹിപ്പിക്കാൻ വേണ്ട ആംബിയൻസ് അല്ല ചിക്കൻ ദഹിപ്പിക്കാൻ വേണ്ടത്. അതെല്ലാം ഇതിനുള്ളിൽ നടക്കണം. ചിക്കൻ ദഹിപ്പിക്കാൻ വേറെ സെൻറ്ററും ബീഫ് ദഹിപ്പിക്കാൻ വേറെ സെൻറ്ററൊന്നുമില്ല. അതൊക്കെ പ്രത്യേകിച്ച് രാത്രി ഭക്ഷണത്തിൽ പരമാവധി മാംസങ്ങൾ ഒഴിവാക്കും വേണം.
കാരണം എന്താ, അത് മാംസം ദഹിപ്പിക്കും, കുറച്ചുകൂടി എനർജി കൂടുതലെടുക്കും. രാത്രി കുറച്ച് ഭക്ഷണം കഴിക്കുക, അതിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ കഴിക്കുക. അപ്പം എന്താ കാരണം, എന്താ നമുക്ക് അള്ളാഹു ആരോഗ്യം തന്നത് ഇബാദത്തെടുക്കാനാണ്. എന്നിട്ട് ഓരോരുത്തർ പള്ളിയിൽ കസേരയും കൊണ്ടുവരിക, അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കുക. ഈ കൈയില്ലെങ്കിൽ പിന്നെ കസേര ഇരിക്കുക തന്നെയാണ് വേണ്ടത്. അതിനല്ല പറഞ്ഞത്. എങ്ങനെ ആരോഗ്യം പോയത്? ഇബാദത്തെടുത്തിട്ട് പോയതല്ല, ഇവന്റെ ജീവിതശൈലി തെറ്റായത് കൊണ്ട് പോയതാ. എന്തിനാണ് ആരോഗ്യം അല്ല കൊടുത്തത് ഇബാദത്തെടുക്കാൻ? എന്നിട്ട് അതിന് പറ്റാത്ത അവസ്ഥയിൽ ഇവന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ആരോഗ്യം മാറിയിരിക്കുന്നു. അത് അള്ളാഹിനോട് നാളെ മറുപടി അമാനത്തായിരുന്നു ആരോഗ്യം. അതുകൊണ്ടാണ് 17 ഫർളൻ എന്നത് വർക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് കുട്ടികളുടെ ഈ ചാറ്റിങ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, അമ്മായിമ്മ മരുമകളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ച്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഭാര്യൻ്റെ ഗുണങ്ങൾ ഭർത്താവ് ഭാര്യനോട് എണ്ണി പറയാം, ഭർത്താവിൻ്റെ ഗുണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണി പറയാം, മക്കളുടെ പോസിറ്റീവ് എന്ത് കാണുമ്പോഴും പറയാം. മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നതോടൊപ്പം മക്കളുടെ നന്മ എടുത്ത് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം ആവശ്യപ്പെടണം. അതങ്ങനെ പ്രത്യേകം ആ ശൈലി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളോട് ഒരു കാര്യം ചോദിക്കും, ഉദാഹരണം ഒരു മുതലാളിൻ്റെ അടുത്ത് പിരിവിന് പോകാം. അപ്പോൾ മുതലാളിൻ്റെ അടുത്ത് നമ്മൾ പിരിവിന് ഒരു ഇതിൻ്റെ പരിപാടിൻ്റെ അടുത്ത് പിരിവിന് പോയി കുടിക്കാം. അപ്പോൾ മുതലാളിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പറയണം, അല്ല മുതലാളി പെയിൻ്റൊക്കെ അടിച്ചിട്ട് കുറേ കാലമായല്ലോ, അതൊക്കെ പെയിൻ്റൊക്കെ ആകെ പൊളിഞ്ഞ് നാശമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ മുതലാളിയോട് നിങ്ങൾ പിരിവിന് വെച്ചാൽ മുതലാളി എന്താ പറയുക? ഞങ്ങൾ പള്ളിൻ്റെ പരിപാടി അതിന് വന്നതാണ് പറയുമ്പോൾ, അത് ഞാനിപ്പോൾ പെയിൻ്റ് എടുക്കാൻ തന്നെ പൈസ ഇല്ലാതിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിരിവ് നടക്കൂല. നീ പറഞ്ഞ മനസ്സിലായിട്ടോ? മുതലാളിയുടെ ഉള്ള ജാക്കി വെക്കരുത്. ഉള്ള 2 പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ പറയണം. അപ്പോൾ സംഗതി നടക്കും. അതിന് ഖുർആനിലെ തെളിവുണ്ട്. ഫാത്തിഹ സൂറത്തിന് അതിൻ്റെ തെളിവ്. അതെങ്ങനെയാണ്? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഔദു ബില്ലാഹി, അതിന് പല അർത്ഥങ്ങളും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഔദു ബില്ലാഹി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ നിന്നെ ഏൽപ്പിക്കുന്നു. സിമ്പിൾ അർത്ഥം പറഞ്ഞാൽ എന്നെ നിന്നെ ഏൽപ്പിക്കുന്നു, നിന്നിൽ അഭയം പ്രാപിക്കുന്നു പടച്ചവനെ, ചേർന്ന് നിൽക്കുന്നു എന്നൊരർത്ഥം അതിനുണ്ട്. ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുന്നു, നിന്നിൽ അഭയം പ്രാപിക്കുന്നു. അതിൻ്റെ അർത്ഥം അള്ളാഹു നീ അതിന് മാത്രം വലിയവനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ പ്രൈസ് ചെയ്യണത്. അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. കാരണം അത് ഏറ്റവും സൂപ്പർ നാമാണത്. എന്നിട്ട് അടുത്തത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വസ്തുതിയും നിനക്കാവുന്നു, നീയാണ് വലിയ ആള്. അടുത്തത് അർ റഹ്മാനിർ റഹീം, വീണ്ടും അള്ളാഹിന്റെ ക്വാളിറ്റി എണ്ണി പറയാൻ, കാരുണ്യവാൻ, എല്ലാം നീ തന്നെയാണ് പഠിച്ചവനെ. അടുത്തത് മാലിക് യൗമിദ്ദീൻ, ആ പരമപ്രധാനമായ ഡൂംസ് ഡേ ഉണ്ടല്ലോ, അന്നത്തെ രാജാവ് ഇങ്ങനെയാണ്, വേറെ ആരുമല്ല. മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദ്, നിന്നെ ആരാധിക്കും ഞങ്ങൾ, അതിന് മാത്രം വലിയ ആളാണ് നീ. വയ്യാക നസ്തഈൻ, നിന്നോട് സഹായം ചോദിക്കുന്നു ഞാൻ. എന്നിട്ട് പറയണത് ഇത്രയൊക്കെ വലിയ ആളായതുകൊണ്ട് ഇതിനെ സിറാത്തുൽ മുസ്തഖീം. കണ്ടാ, ആ ശൈലിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതൊന്നും ശരിയാക്കി തരാം. അപ്പൊ ഇങ്ങനൊക്കെ ഉഷാറുള്ള അല്ല കേൾക്കണ്ടല്ലോ, ഇങ്ങനൊക്കെ ഉഷാറാണെന്ന് കൽപറഞ്ഞ ഒരുത്തൻ അള്ളഹാനോട് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഓൻ സിറാത്തുൽ മുസ്തഖീമിൽ ആക്കാതിരിക്കുന്നത് കുറവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട? ആ സീക്വൻസിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സംഗതി ഓടിയോ പറഞ്ഞത്? അപ്പോൾ ആ സീക്വൻസ് അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഉഷാറാണ്, അങ്ങനെ ഉഷാറാണ് പഠിച്ചു, ഇങ്ങനെ ഉഷാറാണ് പഠിച്ചാൽ അതുകൊണ്ട് സാധുവായ ഹിദ്റത്തൊക്കെ ആക്കിയിട്ട് പഠിച്ചവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് തട്ടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദുആന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വയകാഫി മസീദ് ആദ്യ ദുആന്റെ മുമ്പ് പറയുന്നത്. അതൊരാ പ്രൈസാണ്. പ്രൈസ് കഴിഞ്ഞിട്ട് അള്ളാഹിനോട് പറഞ്ഞാൽ പിന്നെ സ്വലാത്തും കൂടെ ചെല്ലാം. മുത്തറസൂലിൻ്റെ സ്വലാത്തല്ലേ, അത് തട്ടപ്പെടില്ല എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനം ഒന്ന് എഴുന്നേറ്റ്, നമുക്കൊരു ബൈത്തല്ല എല്ലാവരും എഴുന്നേറ്റ്. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ആരോഗ്യം, കുടുംബത്തിലെ ബന്ധങ്ങൾ, മക്കളുടെ കാര്യം, അതുപോലെ ഭക്ഷണത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈലുമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെയും അടുത്ത ദിവസങ്ങളൊക്കെ പരിപാടികളുണ്ടല്ലോ, ഒക്കെ നേരത്തെ വന്നിട്ട് പരിപാടികളിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക അല്ല, പങ്കെടുക്കുക, വിജയിക്കുക. ചില പോസ്റ്ററിൽ വിജയിപ്പിക്കുക എന്ന്, എന്ത് വിജയിപ്പിക്കുക? പങ്കെടുക്കുന്നവർക്ക് വിജയം കിട്ടും, അതിനാണിത്. അല്ല ഇപ്പോൾ കുറേ ആൾ വന്നുകൊണ്ട് എല്ലാവരും പരിപാടി ജയിക്കല്, ആളുടെ കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല വിഷയം. ആ പെണ്ണാൾക്ക് വല്ല മംഫാത്തും ഉപകാരം ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. ആ നിലക്കാണ് നോക്കേണ്ടത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ കുട്ടികളെ നിർബന്ധമായും നമ്മൾ സ്നേഹത്തോടെ സ്വലാത്ത് ചൊല്ലിപ്പിക്കണം. മക്കളെ സ്വലാത്ത് ചൊല്ലിപ്പിക്കണം. അവർക്ക് മുത്തറസൂലുള്ളാഹിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിലുള്ള നേട്ടം എന്താണെന്നറിയോ? ആ കുട്ടികൾ മെസ്സിൻ്റെ ഫാനാവില്ല, ഓൻ്റെ റൊണാൾഡോൻ്റെ ഫാനാവില്ല, റസൂലുള്ളാഹിൻ്റെ ഫാനാണ് ആവേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലിമു ഔലാദകും മഹബ്ബത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫത്തുൽ മുഈനൊക്കെ വിഷയം നന്നായി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ട പണി മുത്തറസൂലുള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എൻ്റെ പ്രിയമുള്ളവരെ, തോമസ് കാർലൈലിനെ പോലെയുള്ള, അൽഫോൺസ് ഡി ലാമാർട്ടിനെ പോലെയുള്ള, ജെയിംസ് എ മിഷണറെ പോലെയുള്ള, ജോൺ എൽ എസ്പോസിറ്റോയെ പോലെയുള്ള, അതുപോലെ തന്നെ എത്ര ആഗോള പ്രശസ്തരായ ചിന്തകന്മാരാണ് ഇത്രയും അത്ഭുതത്തോടെയുള്ള ഒരു നേതാവിനെ ലോകത്ത് ഞങ്ങൾ വേറെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ആരെക്കുറിച്ച്? മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ നമ്മുടെ കുട്ടിക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല.
പരിചയപ്പെടുത്തണം. എല്ലാ മാതാപിതാക്കളും കുട്ടികളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു യാക്രമ ബൈത്തെങ്കിലും ഡയലി ചൊല്ലുന്നൊരു സദസ്സ് വീട്ടിൽ വേണം. ഒരു ഹദ്ദാദ് റാത്തീബ് ചൊല്ലുക, അത് കഴിഞ്ഞിട്ട് യാക്രം ബൈത്ത് ചൊല്ലുക. എന്തൊരു ആനന്ദമായിരിക്കും ഇത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് തീരുമാനം എടുക്കും. ഈ പുതിയ കാലത്ത് നമ്മുടെ ജീവിത ശൈലി കൊണ്ടാണ് രോഗങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടാകുന്നത്. അതിൽ മാനസികമായ ചില ഭാഗങ്ങൾ ഞാൻ പറയും, പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പുതിയ കാലത്ത് നമ്മുടെയൊക്കെ ഭാഗത്ത് വരുന്ന ഈ സ്ട്രെസ് ഉണ്ടാവാൻ ആ ഒരു കാരണം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മർദ്ദം, മാനസികമായ ഒരു സമ്മർദ്ദം. സ്ട്രെസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മുഅ്മിനീങ്ങളായ ആളുകൾ നന്നായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു മർമ്മപ്രധാനമായൊരു പോയിന്റാണ്. ഇല്ലെങ്കിൽ അത് ഈമാനിനെ ബാധിക്കും. നിസ്സാരമായ വിഷയമല്ല. നമ്മൾ വിചാരിക്കും അതൊരു ഭൗതികമായ പ്രശ്നമല്ലേ? അല്ല, അതാണ് എൻ്റെ പ്രശ്നം. അല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ളൊരു കാരണം, പ്രധാനമായി സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് സ്ട്രെസ് ഉണ്ടാവാനുള്ളൊരു കാരണം പ്രസന്റ് കണ്ടീഷനെ അക്സെപ്റ്റ് ചെയ്യുന്നതിലുള്ള വിട്ടുവീഴ്ച, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. അതായത് ഉള്ള ഒരു അവസ്ഥ, ആ അവസ്ഥയെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക, അതിനെങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനോടിങ്ങനെ വിസമ്മതം, ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുക. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നമ്മളിപ്പോൾ ഇത് മഴപ്പന്തലാണോ സാധാരണ പന്തലാണോ? മഴപ്പന്തല. ഇതെന്ത് പന്തല? മഴപ്പന്തല. മഴ പെയ്താൽ കൊള്ളൂലേ? ആ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പന്തലിട്ട്, അപ്പോൾ മഴ പെയ്തു എന്ന് സങ്കല്പിക്കുക. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ നമ്മളെ ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ ഉസ്താദുമാരും ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ അധ്വാനിച്ച് കുറേ പ്രചരണങ്ങളൊക്കെ നടത്തി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നൊരു പരിപാടിയാണിത്. അവർ ആഖിറത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. കഷ്ടപ്പെടുന്നതാണ് അവർ ആഖിറത്തിന് കഷ്ടപ്പെടുന്നത്. മഹല്ല്, ജമാഅത്ത്, പള്ളി കമ്മിറ്റി, മദ്രസ, അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ വലിയ എന്തോ ആളാണെന്നല്ല. അയാൾക്ക് അല്ലാഹു തആല ചിലപ്പോൾ അയാൾ കുറച്ചും കൂടെ പ്രവർത്തിച്ച് നന്നാവാനുണ്ടാവും, അതുകൊണ്ട് അവസരം കൊടുത്തായിരിക്കും. നേതൃത്വത്തിലുള്ള ആൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഈ മഹല്ലിൽ ഇപ്പോൾ ഏറ്റവും നല്ലൊരാൾ ഞാനായതുകൊണ്ട് ഞാൻ ഇവിടെ പ്രസിഡന്റിനെ ഉദ്ദേശിച്ചിട്ട് എനിക്ക് ആരും അറിയില്ല കേട്ടോ. അല്ലാഹു, എനിക്ക് മുമ്പിൽ പ്രസിഡന്റുമാരുടെ സെക്രട്ടറിയല്ലോ ഒന്നും എനിക്കറിയില്ല. ഞാൻ മൊത്തത്തിലൊരു സംഭവം പറയാം. പ്രസിഡന്റായ ഒരാൾ, അയാൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ നാട്ടിൽ ഈ ഒരു കാലത്ത് ഇപ്പോൾ ഏറ്റവും നല്ലൊരാൾ ഇപ്പോൾ ഇതൊക്കെ കൊണ്ടെടുക്കാൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ പ്രസിഡന്റായി എന്നല്ല. പടച്ചോനെ, എൻ്റെ അമലൊക്കെ കുറഞ്ഞത് കൊണ്ട് എടാ നീ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി നന്നാവാനുണ്ടടാ എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹു എനിക്കൊരു അവസരം തന്നതാണ്, ഇതുകൊണ്ട് എന്നെ നന്നാക്കി തരണ പടച്ചോനെ എന്ന ചിന്തയിലാണ് അയാൾ പ്രസിഡന്റ് ആവേണ്ടത്. ജനറൽ സെക്രട്ടറിയും അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. ഇതൊരു വല്ലാത്ത തൗഫീഖാണ് എൻ്റെ പ്രിയമുള്ളവരെ. അള്ളാഹു അവർക്കൊക്കെ കബൂലിയത്ത് കൊടുക്കുമാറാവട്ടെ. അപ്പോൾ ഈ തുണിപ്പന്തൽ നല്ല മഴ പെയ്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്തായിരിക്കും? പറ ചിന്ത വരട്ടെ. എന്താ പഠിച്ചോനെ അല്ലേ? ആദ്യം വരുന്നത് എന്താ പഠിച്ചോനെ, നമ്മളൊരു പരിപാടി എടുത്തല്ലേ പഠിച്ചോനെ അല്ലേ? അതല്ല ചിന്ത വരാ. ആ ചിന്ത ഗൗരവമായ പ്രശ്നമാണ്. നമുക്കതിനെ മർമ്മം അറിയാത്തതുകൊണ്ടാണ്. ആ ചിന്തയുടെ അടിസ്ഥാനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിനെയാണ് ആ ചോദ്യം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ന്യായം എന്താ? പടച്ചോന, നിന്റെ പള്ളീൻ്റെ മുറ്റത്ത് ഞങ്ങൾ ദീനിൻ്റെ മജ്‌ലിസ്, അതൊക്കെ അറിയുന്ന അള്ളാഹു അല്ലേ ഈ മഴ പെയ്ച്ചത്? നമ്മളിവിടെ 1-ാം തീയതി മുതൽ 8-ാം തീയതി 9-ാം തീയതി റാത്തീബ് മജ്‌ലിസ് അന്നദാനം വരെ 4 മണിക്കുള്ള പരിപാടി വരെ ഉള്ളതൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തത് ആ അള്ളാഹുവിൻ്റെ അറിവോടല്ലേ? വൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ അല്ലേ? ആ റബ്ബിൻ്റെ അനുമതിയോടെ നടത്തിയ പരിപാടിയാണ്. എന്നിട്ടും അള്ളാഹുവിൻ്റെ ശക്തമായ മഴ അങ്ങോട്ട് വന്നു. ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത വല്ലാത്തൊരു ചിന്തയാണ്. ഈ മഴ പെയ്തിരിക്കുന്നത് റബ്ബിൻ്റെ തീരുമാനമാണ് എന്നത് അംഗീകരിച്ചാൽ അയാളുടെ മനസ്സിന് സ്ട്രെസ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? സ്ട്രെസ് ഉണ്ടാവില്ല. അങ്ങനെ കുറേ സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഉണ്ടാകുന്നത്. അത് മാനസിക ജന്യരോഗങ്ങൾ, മനോജന്യ രോഗങ്ങൾ എന്നാണ് അതിന് സൈക്കോളജിയിൽ പറയുന്നത്. ഈ രോഗം മുഅ്മിനായ മനുഷ്യന് ഉണ്ടാവാൻ പറ്റൂല. കാരണമാണ് ഞാനീ പറഞ്ഞത്. കാരണം അയാൾ ഓൾവേസ് ഒരു റാളിയത്തൻ മൈൻഡ് സെറ്റ് അയാൾക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പടച്ചവനെ, നിന്റെ പള്ളിൻ്റെ മുറ്റത്ത് നിന്റെ ദീനിൻ്റെ ഹാദിമീങ്ങളായ ഞങ്ങൾ ഒരു പരിപാടി നടത്തുമ്പോൾ മഴ പെയ്താൽ പടച്ചവനെ അതിൽ നീ എന്തോ ഹൈറ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഉറപ്പാണ്, അതുകൊണ്ട് പടച്ചവനെ ആ ഹൈറ് ഞങ്ങൾക്ക് തരണേ പടച്ചവനെ എന്ന് ദ്വാരക്കുക മാത്രമാണ് അതിന് ചെയ്യേണ്ടത്. എന്നിട്ട് ആ പരിപാടി കബൂലാവാനും ബാക്കിയുള്ള ദിവസങ്ങളിൽ നല്ല ഭംഗി പരിപാടി നടത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഒരിക്കലും അതിനൊരു റിജക്റ്റ് ചെയ്യുന്നൊരു മനസ്സ്, എന്തേ പടച്ചവനെ ഇന്നൊരു മഴ എന്ന് ചോദിക്കാൻ പാടില്ല. ആ ചോദ്യം അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തോടുള്ള ചോദ്യം ചെയ്യലാണ്. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തോടുള്ള അതൃപ്തി രേഖപ്പെടുത്തലാണ്.
അള്ളാഹുവിന്റെ തീരുമാനത്തെ എതിർപ്പ് രേഖപ്പെടുത്തിയവൻ, അതൃപ്തി രേഖപ്പെടുത്തിയവൻ എങ്ങനെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി, റാദിയത മർദിയായിട്ട് എങ്ങനെയാണ് സ്വർഗത്തിലേക്കുള്ള ബോർഡിംഗ് പാസ് എങ്ങനെയാണ് കിട്ടുക? അത് കിട്ടില്ല. അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. നമ്മുടെ വീട്ടിൽ പരിപാടി നടത്തുമ്പോൾ പിന്നെ മഴ പെയ്തു, നമ്മുടെ മോളെ കല്യാണത്തിൻ്റെ അന്ന്, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും പരിപാടി നടത്തുമ്പോൾ മഴ പെയ്തു, ഉടനെ എന്താ പഠിച്ചത്, ഇന്ന് വൈകുന്നേരം മഴ പെയ്താൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇവിടെ എൻ്റെ മോളെ കല്യാണം നടക്കല്ലേ. അതറിയുന്ന റബ്ബാണ് മഴ പെയ്ച്ചത്. ഞാൻ പറയുന്നത് ആ ഒരു സ്ട്രെസ്സ്, ഈ സ്ട്രെസ് മനസ്സിൽ ഇങ്ങനെ കുറേ ഉണ്ടാകുമ്പോഴാണ് അതൊരു ഭാരമായിട്ട് വരികയും അയാളുടെ ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ദൈനംദിന ചര്യയെ ബാധിക്കുന്ന ഒരു പ്രവർത്തനമായ ഒരു പ്രശ്നമായിട്ട് അത് മാറുകയും ചെയ്യും. ഒരു വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ, വിലായത്ത് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിച്ച ഒരു മഹാൻ, ഒരിക്കൽ കടലിലൂടെ ഒരു ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ഇങ്ങനെ ചെയ്തപ്പോൾ കടലിൽ നല്ല മഴ, കരയിലാണെങ്കിൽ മഴ പെയ്തിട്ട് കാലങ്ങളായി, മഴയില്ലാതെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ് കരയിൽ. ഈ സമയത്താണ് ഈ കടലിൽ ഈ മഹാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ബോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കടലിൽ നല്ല മഴ. അപ്പൊ ഈ വലിയായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആ മഹാന്റെ മനസ്സിലൊരു ചിന്ത വന്നു, പടച്ചോനെ ഈ മഴ കരയിലാണെങ്കിൽ എത്ര നന്നായിരുന്നു. ന്യായമായ ചിന്ത, ജനങ്ങളോട് കാരുണ്യമുള്ളത് കൊണ്ട് വന്ന ചിന്ത എന്നൊക്കെ നമുക്കതിനെ പറയാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരയിൽ ക്ഷാമമാണ്, വെള്ളമില്ല എന്ന് അറിയുന്ന റബ്ബ് തന്നെയല്ല ഇവിടെ മഴ പെയ്ച്ചത്. അതറിയുന്ന റബ്ബാണ് തീർച്ചയായിട്ടും. പക്ഷേ അത് മനസ്സിലാക്കാതെ പടച്ചവൻ ഇത് അവിടെ ആയിരുന്നെങ്കിൽ നിന്റെ ഈ തീരുമാനം, നിന്റെ മഴ എന്ന് പറയുന്ന ഈ തീരുമാനം ഇതിനേക്കാൾ നല്ലത് അവിടെയായിരുന്നു എന്ന് അള്ളാഹ്ക്ക് അങ്ങോട്ടൊരു ഒരു നിർദ്ദേശം കൊടുക്കുന്നത് പോലെയുള്ളൊരു ചിന്ത വന്നപ്പോൾ ആ മനുഷ്യന്റെ വിലായത്ത് അള്ളാഹു ഒഴിവാക്കി കളഞ്ഞു, ഔലിയാക്കളുടെ പദവിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ചരിത്രം. നമുക്ക് പുറത്താക്കാനും ഊരിക്കളയാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല. ദൈനംദിനം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള മാനസികമായ രോഗങ്ങൾ, അത് ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് അടക്കമുള്ള രോഗങ്ങൾ, അത് മുഅ്മിനായ മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഈ റാദിയത്തം പറയുന്നത്. ഉസ്താദുമാരോട് ചോദിച്ചു, ഞാൻ പണ്ഡിതനെന്നല്ല, ഞാൻ ഓതി പഠിച്ചിട്ടുമില്ല. ഇപ്പം ഈ പറയുന്ന ഇൽമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ചില ഉസ്താദുമാരുടെ അടുത്ത് അടക്കം അപ്പോഴപ്പോഴൊക്കെ പോയി ഇരുന്നിട്ട് മറ്റൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന ഇൽമ ഞാൻ ഓതി പഠിച്ച ആളല്ല. എന്നോട് പറയും, നിങ്ങൾ ഉസ്താദാണോ? ഞാൻ ഉസ്താദല്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഒരു 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 ഹദീസ് കൊണ്ടുവന്നാൽ അതിന് ഹർക്കത്ത് ഫത്തവും കസറിട്ടില്ലെങ്കിൽ എനിക്കത് വായിക്കാൻ കിട്ടൂല. ഫത്തവും കസറും കറക്റ്റ് ഇട്ടിട്ട് അത് അങ്ങനെ കാണാൻ പഠിച്ചിട്ട് മറ്റൊക്കെ ഞാനിത് ഇൽമ പഠിക്കുന്നത്. അല്ലാതെ അതിന് എന്തല്ല, അല്ലെങ്കിൽ ഞാൻ വായിച്ചാൽ ആ വായിക്കാൻ ഈ ഒക്കെ ആയിപ്പോയി, അതിനെന്തോ തെർക്കീബ് എന്തോ പറയുക, അതൊന്നും എനിക്കറിയില്ല. അള്ളാഹു താല നമുക്കൊക്കെ ഉഹ്റവിയായ ഇൽമ നൽകുമാറാവട്ടെ. പിന്നെ അതിന് പല ഓപ്ഷൻസും ഉണ്ട്. അള്ളാഹു നമുക്ക് പല രീതിയിലും ഇൽമ അള്ളാഹു താല നമുക്ക് നൽകുമാറാവട്ടെ. ഇവരുടെ ചരിത്രത്തിലുണ്ടല്ലോ, ഒരു നോട്ടം നോക്കിയാൽ കിട്ടും നോക്കുന്നുണ്ടല്ലോ, അങ്ങനെ കൊടുത്ത ചരിത്രം പല ചരിത്രത്തിലും ഉണ്ട്. എന്താണ്, വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുകയിൽ ആവണ്ണം അങ്ങനെ തന്നെ ആക്കുന്നോടണം, അങ്ങനെ എന്തോ ഒരു വരിയിലുണ്ട്. പിന്നെ അത് ഇൽമും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാനൊക്കെ മഹാന്മാർക്ക് വേണമെങ്കിൽ കഴിയും. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആരോഗ്യം അത് മാനസികമായ ആരോഗ്യമാണെങ്കിലും ശാരീരികമായ ആരോഗ്യമാണെങ്കിലും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മാനസികമായ ആരോഗ്യം നിസ്സാരമല്ല എന്ന് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം. കാരണം മനസ്സിൽ വരുന്ന രോഗങ്ങൾ, മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ശരീരത്തിൽ പലപ്പോഴും രോഗങ്ങളായിട്ട് പിന്നീട് വരുന്നത്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ ആയിരിക്കും, ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും. അള്ളാഹു എന്ത് ചെയ്താലും ആ ഒരു തീരുമാനത്തോടുള്ളൊരു അക്സെപ്റ്റൻസ്, ഒരു റാളിയായിരിക്കുന്ന ഒരു അവസ്ഥ അയാളുടെ ഒരു ലക്ഷണമായിരിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി വേറെ ഉദാഹരണം പറഞ്ഞാൽ, ഒരു സിമ്പിൾ ഉദാഹരണം. ഒരാൾ അർജൻറ്റായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ അർജൻറ്റ് ഒരു മീറ്റിംഗ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇയാൾ വളരെ പെട്ടെന്ന് പോവുകയാണ്. ഇയാൾ റോഡിൽ അവിടെ എത്തിയപ്പോൾ മൊത്തം മാഷാഅല്ലാ ബ്ലോക്കാണ്, എല്ലായിടത്തും ബ്ലോക്ക് ഉണ്ട്. ഞാൻ അത് പറഞ്ഞ ശൈലി നോക്കി, നിങ്ങൾ മാഷാഅല്ലാ ബ്ലോക്ക് എന്ന് ഞാൻ പറഞ്ഞു. എന്തൊരു ബ്ലോക്ക് എന്ന് പറയാൻ പാടില്ല എന്ന്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാഷാഅല്ലാ എന്തൊരു ബ്ലോക്ക്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. നമുക്ക് ആ പരിസരത്തുള്ള മരങ്ങൾ പച്ച ആണല്ലോ, മരങ്ങളുടെ ഇലകളൊക്കെ പച്ചകളല്ലേ. പച്ച കാണുമ്പോൾ ഒരാൾക്ക് എന്ത് ഓർമ്മ വരും? കുബ്ബത്തുൽ ഖദറ ഓർമ്മ വരും, പച്ച കുബ്ബ ഓർമ്മ വരും. അപ്പോൾ അയാൾ സ്വലാത്ത് വർദ്ധിപ്പിക്കും. അപ്പോൾ അതിനുവേണ്ടി നല്ല പച്ച ഇലകളുടെ മരത്തിൻ്റെ അടുത്ത് ബ്ലോക്കാവും. അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വളപട്ടണം പാലത്തിൽ ബ്ലോക്കായി കുറേ നേരം. അപ്പം പുഴയെക്കുറിച്ച് ഖുറാനിലെ സൂചനകളുണ്ടല്ലോ.
അതിനെക്കുറിച്ച് ചിന്തിക്കണം. പുഴയിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അതിനൊക്കെ വേണ്ടി അള്ളാഹു താല അവിടെയൊക്കെ ബ്ലോക്കാക്കി തരും. അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ബ്ലോക്കുകൾ. പക്ഷേ ബ്ലോക്ക് ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്കണ്ട. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്നറിയോ, ഒരു ഇതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് പറയുന്നത്. ഒരു സ്ഥലത്തൊരു ബ്ലോക്ക് ഉണ്ട്, ഒരു കറക്റ്റ് ഒരു സമയത്ത് എത്തണം, മീറ്റിംഗ് ആണ്, ഈ പ്രധാന മീറ്റിംഗ് ആണ്. അപ്പോൾ ബ്ലോക്കായി കുറേ നോക്കുമ്പോൾ കുറേ വണ്ടികളുണ്ട്, അനങ്ങുന്നില്ല വണ്ടി മുഴുവൻ, വണ്ടി മൊത്തം ബ്ലോക്കാണ്, ഒരു വഴിയില്ല. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, അടങ്ങാനായിട്ട് എന്തൊരു ഇങ്ങനെ കുറേ അസ്വസ്ഥത പ്രകടിപ്പിക്കും, ആണോ അല്ലേ? പറ അല്ല, ഈ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പം ഭാര്യൻ്റെ ഫോൺ വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. പറ, അപ്പം ഭാര്യൻ്റെ ഫോൺ വന്നാൽ എന്തുണ്ടാവുക? നിങ്ങൾ അപ്പുറത്ത് ഒരു സാധനം വാങ്ങുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത്ര മനുഷ്യരിവിടെ നേരല്ല ബ്ലോക്ക് ചെയ്ത്, കാരണം നിന്റെ സാധനങ്ങൾ പാണ്ടാരോ അങ്ങനെ, എന്നിട്ട് ഭാര്യയ്ക്ക് എൻ്റെ ബാക്കി കിട്ടൂല. നിങ്ങൾ പറ, കിട്ടുമത്? അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ശരിക്കും വേണ്ടെന്ന് വെച്ചാൽ, ഇയാളിങ്ങനെ കുറേ വണ്ടിൻ്റെ കാറിൻ്റെ ഡാഷിൽ അടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പണ്ടാരടങ്ങാൻ നമ്മുടെ ഓരോരുത്തർ കുറ്റം പറഞ്ഞതുകൊണ്ടോ ആ ബ്ലോക്ക് ഇല്ലാതാകുമോ? പറ, നിങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബ്ലോക്ക് ഇല്ലാതാകുമോ? ഇല്ല, ബ്ലോക്ക് ഇല്ലാതാവില്ല. ഈ ലാസ്റ്റ് വന്ന ആൾക്കാരോട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കും, അതേന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ ഇങ്ങനെ ആക്കണോ, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണോ? ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷം വന്നവരോടാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. അതായത് ഞാൻ ചോദിക്കും ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ ഇങ്ങനെ ആക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം കേട്ടോ, ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ ആക്ക്. തുടങ്ങി. അപ്പോൾ ഇയാളിങ്ങനെ ഇവിടെ അടിച്ചത് കൊണ്ടോ ഇങ്ങനെ കുറെ വാക്ക് പറഞ്ഞത് കൊണ്ടോ ആ ബ്ലോക്ക് ഇല്ലാതാകുമോ? പറ, ബ്ലോക്ക് ഇല്ലാതാകുമോ? ഇല്ലാതാവില്ല എന്ന് മാത്രമല്ല, ഇയാൾക്ക് സ്ട്രെസ്. അതിൻ്റെ ഇടയിൽ മറ്റൊരു ചങ്ങായി ബാക്ക് ഓണടിച്ചാൽ ഓനോട് ചൂടാവില്ലേ? ഇല്ലേ? ഇതൊക്കെ നടക്കും. അപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇസ്ലാമിലേക്ക് ഒരു ആത്യന്തികമായി പറഞ്ഞു, ഈ ബ്ലോക്ക് എന്ന് ആരുടെ തീരുമാനമാണ്? പറ, അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ? ആ തീരുമാനത്തിൽ പടച്ചോനെ ഈ ബ്ലോക്ക് ആയാലും എന്തോ ഹൈറുണ്ടാവും. പടച്ചോനെ ഹൈറായ രീതിയിൽ ആ മീറ്റിങ്ങിൽ എത്താൻ എനിക്ക് തൗഫീക്ക് തരണം ദ്വാരക്കുക. എന്നിട്ട് റിലാക്സ് ചെയ്യും. അവർ 11 സ്വലാത്തില്ല, മനസ്സ് കാമാൻ കൊയറ്റായിരിക്കും. എന്നിട്ട് വേണം ഫ്രണ്ടിനെ വിളിച്ചു നോക്കിയാടാ അവിടെ ബ്ലോക്കാണ്, ഞാനൊരു 10 മിനിറ്റ് ലേറ്റ് ആവും, അപ്പോൾ അതുകൊണ്ട് വേറെ വല്ല വഴിയും ഉണ്ടോ, വേറെ ഏതെങ്കിലും കട്ട് ചെയ്തിട്ട് വരാവുന്ന വഴിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ മാഷാ വഴിയില്ല, ബ്ലോക്കായിട്ട് ലേറ്റായിട്ട് എത്താം, അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ എന്താ, ആ ഒരു ബ്ലോക്കിൻ്റെ പേരിൽ ഇയാൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. സ്ട്രെസ് കുറേ ഉണ്ടാകുമ്പോൾ പറഞ്ഞ മനസ്സിൻ്റെ ഇക്വിലിബ്രിയം എന്നതിന് പറയാം. മനസ്സിൻ്റെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ട്. ആ സന്തുലിതാവസ്ഥനെ ഇത് ബാധിക്കും. അത് ബാധിക്കുമ്പോഴാണ് മനസ്സിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ പലതും ഇല്ലാതായി പോകുന്നതും ഇയാൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളാൽ രോഗിയായി മാറുന്നതും. അങ്ങനെയാണ് ഇസ്ലാം എത്ര സുന്ദരമായിട്ടാണ് മാനസികമായ ആരോഗ്യവും അതിലൂടെ ശാരീരികമായ ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് പാക്കേജാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി ആയത്തുകൾ വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഉസ്താദുമാരോട് ചോദിച്ചു. അപ്പോൾ നല്ല മനോഹരമായ കൺസെപ്റ്റുകൾ അതിനകത്ത് കുറേ ഉണ്ട്, 1 2 ഒന്നുമല്ല, ഇഷ്ടം പോലെ പറയാനുണ്ട്. അപ്പോൾ ഒരു സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഏതൊരു ഘട്ടത്തിലും എന്ത് സംഭവിച്ചാലും അതിനൊരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ പിന്നെ ആ പ്രശ്നത്തെ ചൊല്ലി നമുക്കൊരു മാനസികമായൊരു സമ്മർദ്ദം, എന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. പരീക്ഷ നന്നായി പഠിച്ചതായിരുന്നു, പക്ഷേ സുന്ദരമായി തോറ്റു. ഈ പണ്ടാരം ആ ടീച്ചറാണ് ഇതിന് കാരണം, ആ പേപ്പർ നോക്കിയ ഇൻവിജിലേറ്ററിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തെറി വരണ്ട. ഞാൻ നെക്സ്റ്റ് ചാൻസ് അപ്പോഴാണ് നോക്കുക, അതിനൊന്നുകൂടി നന്നായി പ്രിപ്പയർ ചെയ്യുക. PSC ടെസ്റ്റോ അല്ലെങ്കിൽ പരീക്ഷയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ആ രീതിയിൽ പഠിക്കാൻ പ്രിപ്പയർ ചെയ്യുക, പാസ്സാവുക. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, സ്ട്രെസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷനും കൂടെ അത് ബാധിക്കും. ഇയാൾ ഇവിടെ സ്ട്രെസ് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള മോട്ടിവേഷൻ അയാൾക്ക് ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇയാൾ അതിൻ്റെ ആ മൂഡ് ഓഫ് ആയിട്ടുണ്ടോ, അതോടുകൂടെ മൂഡ് ഓഫ് ആയിട്ടുണ്ടാവും. മുഅ്മിനായ മനുഷ്യനിവിടെ മൂഡ് ഓഫ്. ഖൗഫിൻ്റെയും റജായിൻ്റെയും ഇടയിലാണ് മുഅ്മിനായ മനുഷ്യൻ. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ചർച്ച ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് അവസാനം റജാ കൂടുതൽ വേണമെന്നാണ്, പ്രതീക്ഷ കൂടുതൽ വേണമെന്നാണ്. പ്രതീക്ഷയാണ് കൂടുതൽ വേണ്ടത്. പക്ഷെ അവിടെ വേറൊരു വിഷയമുണ്ട്. ഖൗഫ് എന്ന് പറഞ്ഞാൽ സാധാരണ ഖൗഫ് അല്ല അത്. ആ ഖൗഫ് നമ്മൾ മനസ്സിലാക്കുന്ന ഖൗഫ് 2 തരമുണ്ട്. പേടി 2 തരമുണ്ട്. ഒന്ന് പേടിച്ചിട്ട് അടുക്കാത്തത്, ഒന്ന് പേടിച്ചിട്ട് അടുക്കുന്നത്. അങ്ങനെ 2 തരം പേടിയുണ്ട്. പേടിച്ചിട്ട് അടുക്കാത്തതിൻ്റെ ഉദാഹരണം പാമ്പ്. പേടിച്ചിട്ട് അല്ലെങ്കിൽ സിംഹമൊക്കെ വന്നാൽ പേടിച്ചിട്ട് അടുക്കൂല. അള്ളാഹു പക്ഷെ അങ്ങനല്ല, പേടിച്ചിട്ട് അടുക്കേണ്ടതാണ്. അത് ആ പേടി എന്ന് പറഞ്ഞാൽ ഒരു കാട്ടുപോത്തിനെ പേടിക്കുമ്പോഴുള്ള പേടിയല്ല, ബഹുമാനത്തിൻ്റെ അങ്ങേയറ്റൊരു പേടി ഉണ്ടാവില്ല, അതാണത്. വലിയൊരു തങ്ങൾ വരുമ്പോൾ, ഇന്നലെ അവിടെ ജിഫ്രി മുത്ത് പോയ തങ്ങൾ വന്നു എന്ന് പറഞ്ഞല്ലോ, തങ്ങൾ പാപ്പൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണ്.
എന്നാൽ തൊട്ടടുത്ത് പോയിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല. കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഹൈബത്തും വക്കാറത്തൊക്കെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവും. വലിയൊരു ഉസ്താദ് വരുമ്പോൾ ഒരു ഇഷ്ടത്തോടുകൂടെ ഒരു ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു പേടി ഉണ്ടല്ലോ, അതപകേട് സംഭവിച്ചു പോകുമോ എന്നൊക്കെ തോന്നുന്ന ആ പേടിയാണ് അവിടെ. അള്ളാഹുവിനോടുള്ള പേടി അതാണ്. അല്ലാതെ മറ്റേ മൃഗങ്ങളെ പേടിക്കുമ്പോഴുള്ള പേടിയല്ല. നമ്മൾ ചിലപ്പോൾ ചില ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ അങ്ങനെ തോന്നും. അങ്ങനെയല്ല. അത് സ്നേഹത്തിന്റെ അങ്ങേയറ്റമാണ് അള്ളാഹു, കാരുണ്യത്തിന്റെ അങ്ങേയറ്റമാണ് അള്ളാഹു. അതിൽ നിന്നുണ്ടാകുന്ന പടച്ചവനെ നീ തന്ന കൈ കൊണ്ട്, നീ തന്ന കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, ശരീരം കൊണ്ട് നിനക്കെതിരായി പലതും ചെയ്തു പോയ പാപിയാണല്ലോ പടച്ചവനെ ഞാൻ എന്ന ഒരു വേദനയിൽ അധിഷ്ഠിതമായ തെറ്റ് സമ്മതിക്കുന്ന ഒരു മനസ്സോടുകൂടെയുള്ള ഒരു തൗബാ മനസ്സിൽ, പശ്ചാത്താപ മനസ്സോടുകൂടെയുള്ള ഒരു പേടിയാണ് അള്ളാഹുവിനോടുള്ള പേടി എന്ന് പറയുന്നത്. അത് മുഅ്മിനായ മനുഷ്യന് വേണം. മറ്റേ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുള്ള പേടിയാണ്. ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ സൈക്കോളജിയിൽ ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ, ഒരു ബൗണ്ടറി കഴിഞ്ഞു പോകുന്നതിനാണ് ഫോബിയ എന്ന് പറയാം. ഇപ്പം നാളൊരു പെണ്ണ് എന്നോട് പറഞ്ഞു, ആ പെണ്ണ് ഈ പെരുമ്പാമ്പില്ല, പെരുമ്പാമ്പ് അറിയില്ല, മലമ്പാമ്പ്, ഇവിടെ എന്താ പറയാ, പെരുമ്പാമ്പെന്നോ മലമ്പാമ്പെന്നോ ഇത് സംഗതി മനസ്സിലായില്ല. ഒരു നീണ്ട പാമ്പ്, നല്ല വണ്ണൊക്കെ ഉണ്ടാവും. ഈ പെണ്ണ് ആ പെരുമ്പാമ്പ് എന്ന് പറയുന്ന പാമ്പിനെ എടുത്തിട്ട് തോളിലൊക്കെ ഇടും. പക്ഷേ കൂറയില്ല, കൂറക്ക് ഇവിടെ എന്താ പറയാ, കൂറ തന്നെ ഉറപ്പല്ലേ, എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടാ പ്രശ്നവും. അവ കോക്രോച്ച് എന്ന് പറയും, കോക്രോച്ച്. അവ ഈ കൂറനെ പേടിയാണ് ഈ പെണ്ണിന്. പെരുമ്പാവിനെടുത്തിട്ട് തോളിലൊക്കെ ഇടും, അതിന് പ്രശ്നം. പക്ഷെ കൂറനെ പേടിയാണ്. പെരുമ്പാവിനെടുത്ത് തോളിട്ടിങ്ങനെ പോകുമ്പോൾ കൂറിനാണ് ഒറ്റ ഓട്ടം. അതെന്താണെന്ന് പറയാം, ഒരു ചെറുപ്പത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ പേടിച്ചു പോയിട്ടുണ്ടാവും. അത് ഫോബിയാണ് ശരിക്കും. അത് മാറ്റാൻ കഴിയും. സൈക്കോളജിയിൽ അതിനൊക്കെ സിമ്പിൾ സൊല്യൂഷൻസ് ഉണ്ട്. വേഗം മാറ്റാൻ കഴിയും. ആ പേടി ഘട്ടം ഘട്ടമായിട്ട് വളർന്നതല്ലാത്ത പേടിയില്ല, ആ പേടി വേഗം മാറ്റാൻ കഴിയും. ചില പേടി കുറച്ച് ടൈം എടുത്തിട്ടേ മാറുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ശൈലി, ആ ശൈലി കൊണ്ട് കുറെ മാനസികവും ശാരീരികവുമായ കുറെ രോഗങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊരു മുസ്ലിമായ മനുഷ്യൻ രക്ഷപ്പെടേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ, ഭക്ഷണം നമ്മൾ എത്ര ഭക്ഷണം കഴിക്കേണ്ടത്, ഭക്ഷണം നമ്മൾ പറഞ്ഞു നോക്കുക. ഭക്ഷണം എത്ര കഴിക്കേണ്ട ഒരാള്, എത്ര? അങ്ങനെ ഒരു കണക്കില്ലാത്തതാണ് ഈ പ്രശ്നം. ഭക്ഷണം എത്ര കഴിക്കേണ്ടത്? ബിഹസ്ബി ബിനി ആദം ലുഖൈമാത്തുൻ യുഖിംന സുൽബ ഫൈൻ കാന ലാ ബുദ്ദ ഫായില. അപ്പോഴാണ് പറഞ്ഞത് എന്ത്, ഫതുലുൽ തുആമി ഫതുലുൽ ശറാബി ഫതുലുൽ നഫസി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ നട്ടൽ, റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളുടെ നട്ടലിൽ നേരെ നിവർത്തി വെക്കാൻ മാത്രമുള്ള ഭക്ഷണം കഴിച്ചാൽ മതി. അത് പോരെങ്കിൽ ഫതുലുൽ തുആമി, 1/3 ഭക്ഷണം കഴിക്കട്ടെ, ഫതുലുൽ ശറാബി വെള്ളം കുടിക്കട്ടെ 1/3, ബാക്കി ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി അയാൾ ഒഴിച്ചിടട്ടെ എന്നാണ്. ഞാനൊരു സ്ഥലത്ത് ഒരാളോട് ചോദിച്ചു, 1/3 ഭക്ഷണം, 1/3 വെള്ളം, ബാക്കി 3/4 എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഫ്രൂട്ട്സ് അതുപോലെ പുട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഫ്രൂട്ട്സൊക്കെ ഇതിൽ പെട്ടൂടാ. ഓൻ ആത്മാർത്ഥം കൊണ്ട് പറഞ്ഞ, കാരണം ഓൻ്റെ വീട്ടിൽ അതാ കിട്ടുക, അതും ഇതിൽ പെട്ടതാണെന്നുള്ളത് അറിയുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളെ, ഇത് നിസ്സാരമായ വിഷയമല്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മർമ്മപ്രധാനമായ പോരാട്ടം ആരോടാണെന്നറിയോ? നഫ്സിനോടാണ്. ബുറുദയുടെ 2ാമത്തെ ഫസലിലെ ആദ്യത്തെ വരിയാണ് രണ്ടാമത് പറഞ്ഞത്, അതിന്റെ അപ്പുറത്തുള്ള വരിയാണ് അതിന് മുമ്പ് പറഞ്ഞത്. ഏറ്റവും മർമ്മപ്രധാനമായ പോരാട്ടം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇച്ഛകളെ പോരാടി തോൽപ്പിക്കുക എന്നത് ഈ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ്, ലക്ഷ്യമാണ്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ. ഇതാണിത് മർമ്മപ്രധാനമായ നമ്മുടെ ദൗത്യം. ആ ദൗത്യത്തിൽ നമ്മളെ സഹായിക്കുന്ന നിർണായകമായ ഒരു പോയിന്റാണ് വിശപ്പിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. വിശപ്പിനെ വെറുത്ത ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഔലിയാക്കളുടെ ജീവിതത്തിൽ കാണാൻ വിശപ്പിനെ അവർ കീഴടക്കിയിട്ടുണ്ടാവും. ശൈഖുന മടവൂർ സി എം വലിയുള്ളാഹിയുടെ ജീവിതത്തിലുണ്ട്. എത്രയോ ഔലിയാക്കൾ, കോട്ടിക്കുളം ഇവിടെ അടുത്തല്ലേ, കോട്ടിക്കുളം അടുത്തല്ലേ, വലിയ ദൂരം ഉണ്ടോ? എത്ര ദൂരമുണ്ട്? അത്രേ ഉള്ളൂ. കോട്ടിക്കുളം ഞാൻ അവിടെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. അബ്ദുൽ അസീസ് ഖാദിരി ഖദ്ദസല്ലാഹു അവരെ കണ്ട പല ആൾക്കാരും ഇവിടെ സദസ്സിലുണ്ടാവും. വലിയ മഹാനായിരുന്നു, ഒരു ആശിക്കായിരുന്നു അവർ. അള്ളാന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ്, വലിയ മജ്ലിസ്, ചെറുതൊന്നുമല്ല. ഷെയ്ഖ് അഹ്മദ് അൽ ബദവി തങ്ങളില്ലേ,
ആ മഹാനവറുകൾ 100,000 ആളുകൾക്ക് പങ്കെടുപ്പിച്ച മൗലിദ് നടത്തുന്നത്. നമ്മുടെ നാട്ടിലെ മൗലിദ് ചെറുതാണ്, അത് വലിയ മൗലിദ് നടത്തുന്ന ആളായിരുന്നു. പറഞ്ഞ ഔലിയാക്കന്മാരുടെ ജീവിതത്തിൽ മാഷാ അല്ലാഹ് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ വിശപ്പിനെ തോൽപ്പിക്കും. 10, 40, 100 ദിവസം 2 കൊല്ലം 3 കൊല്ലം ഒരു ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വിശപ്പ് എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് വിശപ്പ്. ഇതിനെ മറികടക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തും. അത് അള്ളാഹുവിന്റെ നിഅമത്താണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഓരോ ഘട്ടത്തിലും ഫലാ തറുംബിൽ മാസി കസറ ശഹവത്തിഹ ഇന്ന ത്വാമ യഖവി ശഹവത്തൻ നഹിമി എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ഇമാം ബുസീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഒരാൾക്ക് വിശപ്പുണ്ട്, ഞാൻ കുറേ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പിനെ കൊണ്ട് ഇല്ലാതാക്കട്ടെ എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ശഹവത്തിനെ വല്ലാതെ കൊണ്ട് അതിന് ഭക്ഷണം കുറേ കൊടുത്തുകൊണ്ട് ശഹവത്തിനെ കസറാക്കാൻ വിചാരിക്കരുത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ചില ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്.